നമസ്തേ. ഗണപതി ഭഗവാന്റെ കുറച്ച് കഥകൾ നമുക്ക് കേട്ടാലോ? ഗണപതിക്ക് ആനയുടെ തല ലഭിച്ചതിനെപ്പറ്റി മറ്റു പല കഥകളും പറഞ്ഞു വരുന്നു. അതിലൊന്ന് പരമശിവൻ തന്നെയാണ് ഗണപതിക്ക് ആനത്തല നൽകിയതെന്നാണ്. ആ കഥ ഇങ്ങനെയാണ്. ശ്രീ പാർവതിയുടെ മാനസപുത്രനാണ് ഗണപതി. പരമേശ്വരൻ തൻ്റെ ഭൂതഗണങ്ങളുമായി പ്രദക്ഷിണത്തിന് പോയ സമയം അന്തഃപുരത്തിൽ പാർവതീദേവി കുളിക്കാനൊരുങ്ങി. സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ ഔഷധ എണ്ണ തേച്ചാണ് കുളി. തോഴിമാരും കൂട്ടിനുണ്ട്. സ്വന്തം മേനിയിൽ എണ്ണ തേച്ചു കൊണ്ടിരുന്ന പാർവതി ആ എണ്ണയും തൻ്റെ ശരീരകാന്തിയും ചേർത്ത് ഒരു രൂപമുണ്ടാക്കി. തൻ്റെ സിദ്ധി കൊണ്ട് ആ രൂപത്തിനു ജീവൻ പകർന്നു. അതാ തൻ്റെ മുൻപിൽ അതികോമളനായ ഒരു ബാലൻ. വാത്സല്യത്തോടെ പാർവതീദേവി അവനെ മടിയിലിരുത്തി നെറുകയിൽ തഴുകി. തുടർന്ന് മകനെ അവിടെ കാവലിരുത്തി പാർവതീദേവി കുളിക്കാനായി തോഴിമാരോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ കൈകളിൽ വെൺമഴുവും ദണ്ഡുവുമായി ഗണേശൻ അവിടെ ഇങ്ങനെ കാവലിരുന്നു. ആ സമയത്താണ് പരമേശ്വരൻ്റെ വരവ്. പാർവതിയെ കാണാനായി അന്തഃപുരത്തിലേക്ക് അദ്ദേഹം കടക്കാനൊരുങ്ങി. ഗണേശൻ വഴി തടഞ്ഞു. ഇല്ല, അകത്തേക്ക് കടക്കാനാവില്ല, ഗണേശൻ ഗൗരവപൂർവ്വം പറഞ്ഞു. അപ്പോൾ പരമശിവൻ വിചാരിക്കുകയാണ്, എന്ത്, സ്വന്തം ഗ്രഹത്തിൽ കടക്കാൻ അനുമതിയില്ലെന്നോ? പരമശിവൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ആ ബാലൻ ആരെന്ന് ചോദിച്ചു മനസ്സിലാക്കി. വിശ്വമാതാവിൻ്റെ മാനസപുത്രനാണ് ആ കുട്ടിയെന്നറിഞ്ഞപ്പോൾ ശിവന് ആദരവും ഒപ്പം വാത്സല്യവും തോന്നി. അപാരജ്ഞാനിയും അമിത ബലവാനുമൊക്കെയാണ് ഗണപതി ഭഗവാൻ എന്നൊക്കെ ശിവന് തോന്നി. തന്നെ ഏൽപ്പിച്ച ജോലി ഒരു ന്യൂനവും ഉണ്ടാകാതെ ചെയ്യണമെന്നുള്ള ആ ദൃഢനിശ്ചയം പരമശിവന് ഇഷ്ടവുമായി. എങ്കിലും ആ കരുത്ത് അഹങ്കാരമാകാതെ തടയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ആ ശക്തി ലോകക്ഷേമത്തിനായി ഗതി തിരിച്ചു വിടേണ്ടതുമുണ്ട്. അതിനൊരു നിമിത്തമുണ്ടാകാതെ വയ്യല്ലോ. എന്തുമാകട്ടെ, ഇതെൻ്റെ ഗ്രഹമാണ്, എനിക്ക് അകത്തേക്ക് പ്രവേശിച്ചേ മതിയാകൂ, പരമശിവൻ പറഞ്ഞു. അപ്പോൾ ഗണപതി പറയുകയാണ്, ശരിയാവാം, പക്ഷേ മാതാവിൻ്റെ സ്നാനം പൂർത്തിയാകുന്നതുവരെ ആരെയും ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നാണ് ആജ്ഞ. അതിനാൽ എനിക്ക് അങ്ങയെ അകത്തേക്ക് കടത്തിവിടാൻ നിർവാഹമില്ല, ഗണേശൻ തറപ്പിച്ചു പറഞ്ഞു. പരമശിവൻ തൻ്റെ ശൂലമെടുത്ത് ഗണേശൻ്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. അടുത്ത നിമിഷം ഗണേശ ശിരസ് താഴെ വീണു. കുളി കഴിഞ്ഞെത്തിയ ശ്രീപാർവതി ആ കാഴ്ച കണ്ട് നടുങ്ങി. ആ മാതൃഹൃദയം ശോകപൂരിതമായി. ശിരസറ്റ ആ ശരീരം മടിയിൽ വെച്ച് ശ്രീപാർവതി ഉറക്കെ വിലപിച്ചു. സർവ്വദേവകളും കൈലാസത്തിലെത്തി. ഗണേശന് ജീവൻ തിരിച്ചു നൽകിയേ മതിയാകൂ. മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരന് തന്നെ ആ ചുമതല ലഭിച്ചു. അങ്ങനെ ഒരു പോംവഴി തെളിഞ്ഞു. വടക്കു ഭാഗത്തേക്ക് യാത്ര തിരിക്കുക. വഴിയിൽ ആദ്യം കാണുന്ന ജീവിയുടെ ശിരസ് ഗണേശന് നൽകുക. അങ്ങനെ ആ ബാലന് ജീവൻ നൽകാം. പിന്നെ താമസിച്ചില്ല, ശിവൻ ദേവകളോടൊത്ത് യാത്രയായി. അങ്ങനെ ആദ്യം കണ്ടത് ഒരു കൊമ്പനാനയെ ആയിരുന്നു. ആനയുടെ തല ഗണേശ ശരീരത്തോട് ചേർത്തു. അപ്പോഴേക്കും ബാലൻ ഉണർന്നെണീറ്റ് മാതാപിതാക്കളെയും ദേവന്മാരെയും വന്ദിച്ചു. ഗണേശൻ ഗജാനനായി. ഈ ബാലൻ അറിവിൻ്റെ അപാരതകൾ തേടും. വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം നേടും. ദേവഗണങ്ങളുടെ നാഥനായ ഗജാനനൻ ഗണപതി എന്ന പേരിൽ അറിയപ്പെടും. മംഗളകർമ്മങ്ങൾ തുടങ്ങുമ്പോൾ ഗണപതിയെ എല്ലാവരും ധ്യാനിക്കും. വിഘ്നങ്ങൾ അകറ്റി സന്തോഷം നൽകുന്ന ഐശ്വര്യദായകനാണ് ഗണപതി. ദേവകൾ അങ്ങനെ ഗണപതിയെ അനുഗ്രഹിച്ചു. അതുപോലെ ഗണപതി ഭഗവാൻ കമടാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ എങ്ങനെയാണ് വധിച്ചതെന്ന് പറയാം. ഒരു രാത്രിയാണിത് സംഭവിച്ചത്. ഗണപതി ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഉണ്ണിയെ നോക്കാൻ ശ്രീപാർവതിയുടെ തോഴിമാരുമുണ്ട്. തോഴിമാർ കുറേ നേരം സംസാരിച്ചിരുന്നു. കുഞ്ഞ് ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ അവർ ഒരു കിടക്കയിൽ കിടത്തി നന്നായി പുതപ്പിക്കുകയും ചെയ്തു. പിന്നെ തോഴിമാരും മെല്ലെ ഉറങ്ങാൻ കിടന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും ഗാഢനിദ്രയിലായി. കമടൻ എന്ന അസുരൻ ഈ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അയാൾ കിടക്കയോടൊപ്പം ഗണേശനെ എടുത്തുയർത്തി. ഗണേശനെ കയ്യിൽ കിട്ടിയതിൽ അയാൾ വളരെയധികം സന്തോഷിച്ചു. അസുരന്മാർക്ക് പേടി സ്വപ്നമാണ് ഗണപതി ഭഗവാൻ. ഇതാ താൻ ആ കുഞ്ഞിനെ ക്ഷണനേരം കൊണ്ട് വധിക്കാൻ പോകുന്നു. കിടക്ക എടുത്തുയർത്തി നിലത്തേക്ക് ഒറ്റ ഏറ് കൊടുത്താൽ മതി ശിശുവിൻ്റെ കഥ കഴിയാൻ. ഈ വിധം ചിന്തിച്ച് ഒരു അലർച്ചയോടെ കമടൻ കിടക്ക ഇങ്ങനെ ചുരുട്ടി. ഈ സൗണ്ട് കേട്ടിട്ട് തോഴിമാർ ഞെട്ടിയുണർന്നു. അവർ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. തൻ്റെ കയ്യിലിരിക്കുന്ന കിടക്കയ്ക്ക് കനം കൂടിയതായി കമടന് തോന്നി. അതെ, ഓരോ നിമിഷവും ഭാരം വർദ്ധിക്കുകയാണ്. കപടൻ ഇങ്ങനെ നിലത്ത് വീണു. അവൻ്റെ മേൽ കിടക്കയും
കിടക്കയല്ല, അതൊരു വൻ പാറയാണെന്നാണ് ആ അസുരന് തോന്നിയത്. ആ പാറയുടെ ചുവട്ടിലായി താനും. കിടക്കയുടെ ചുവട്ടിൽ അയാൾ ഞെരിഞ്ഞമർന്നു. രക്ഷപ്പെടാൻ അയാൾ ആവത് ശ്രമിച്ചിട്ടും ഒടുവിൽ എല്ലുകൾ പൊടിഞ്ഞ് കമടന്റെ കഥ കഴിഞ്ഞു. തോഴിമാർ ഓടി വന്ന് കുഞ്ഞിനെ കിടക്കയിൽ നിന്നെടുത്തു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഗണേശൻ കണ്ണ് മിഴിച്ചിട്ട് തോഴിമാരെ ഇങ്ങനെ നോക്കിയാട്ടോ. അതുപോലെ ഗണപതി ഭഗവാൻ നമ്മുടെ വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം വിഴുങ്ങുന്ന ഒരു കഥയുണ്ട്. മഹാവിഷ്ണു കൈലാസം സന്ദർശിച്ച ആ സമയത്ത് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്കിരുത്തി. അവിടെ ഉണ്ണി ഗണപതിയും എത്തി. ഗണപതിയുടെ കുസൃതികൾ മഹാവിഷ്ണുവിനെ വളരെ ആനന്ദിപ്പിച്ചു. ഗണപതിയുടെ കൂടെ വർത്തമാനം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയേയില്ല. കളിച്ചിരി വർത്തമാനങ്ങൾക്കിടയിൽ കൊച്ചു ഗണേശൻ ഒരു കാര്യം ഒപ്പിച്ചു. അവൻ വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ കൈക്കലേക്കാക്കിയട്ടോ. പരമശിവനും വിഷ്ണുവും കൈലാസം ചുറ്റി നടന്നു കണ്ടു. അവർ നാനാ വിഷയങ്ങൾ ചർച്ചയും ചെയ്തു. ഗണപതിയാകട്ടെ സുദർശന ചക്രം ഒരു കളിപ്പാട്ടമാക്കി. കറങ്ങുന്ന ചക്രം ഗണപതിക്ക് വളരെ ഇഷ്ടമായി. മഹാവിഷ്ണുവിന് മടങ്ങാനുള്ള നേരമായി. അദ്ദേഹം നേരെ ഗണപതിയുടെ മുന്നിലെത്തി. ഉണ്ണി, ഇനി സുദർശന ചക്രം തരൂ, മഹാവിഷ്ണു ആവശ്യപ്പെട്ടു. ഗണപതി ഒന്നും മിണ്ടിയില്ല, ചിരിക്കുക മാത്രം ചെയ്തു. ഗണപതിയുടെ കയ്യിൽ ചക്രമില്ല, ദിവ്യായുധമാണ്. എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാകുമോ? വിഷ്ണു ഭഗവാൻ വീണ്ടും ചോദിച്ചു, സുദർശന ചക്രം എവിടെയുണ്ണി? ഗണേശൻ 2 കൈയും മലർത്തിക്കാട്ടി. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ചക്രം ഗണേശൻ വിഴുങ്ങുവാനുള്ള പുറപ്പാടിലാണ്. അത് ഉണ്ണിവായ്ക്കുള്ളിലാണ്. ഗണേശൻ വാ തുറക്കുന്നില്ല. വാ തുറന്നാലല്ലേ ചക്രം എടുക്കാനാകൂ. വിഷ്ണു പലതും പറഞ്ഞു. ഇല്ല, ഗണപതിക്ക് യാതൊരു അനക്കവുമില്ല. കൈകൊണ്ട് ആംഗ്യം കാട്ടുക മാത്രമാണ് ഗണപതി ചെയ്തത്. അങ്ങനെ മഹാവിഷ്ണു ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിടാൻ തുടങ്ങി. മഹാവിഷ്ണുവിൻ്റെ സാഹസം കണ്ട ഗണേശന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഒരു പൊട്ടിച്ചിരി. ഗണപതിയുടെ വായിൽ കിടന്ന സുദർശന ചക്രം പുറത്തേക്ക് തെറിച്ചു. മഹാവിഷ്ണു അപ്പോൾ പറഞ്ഞു, ആവൂ, ആശ്വാസമായി. വേഗം തന്നെ സുദർശന ചക്രം കൈക്കലാക്കി. പിന്നെ വാത്സല്യപൂർവ്വം ഗണേശനെ മടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് തഴുകി. അപ്പോൾ ഗണപതി ഭഗവാന്റെ കുസൃതി നിറഞ്ഞതും ഭക്തി നിർഭരമായിട്ടുള്ള കഥകളും അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.